സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം 1 ശമൂവേലിൻ്റെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 12 വാക്യം മുതൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഗീഷിനെ ഏറ്റവും ഭയപ്പെട്ടു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെന്ന് കർത്താവെ സ്തുതിക്കുന്നപ്പനെ ഈ വചനത്തെ അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി തരികയാണ്. എന്നെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇത് തന്നെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വിടുതലായി ഭവിക്കുമാറാകട്ടെ അപ്പനെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബുദ്ധി ഉപയോഗിക്കേണ്ടുന്ന മണ്ഡലങ്ങളുടെ മേൽ ബുദ്ധി ഉപയോഗിക്കുവാൻ, ഹല്ലേലൂയ, താണിരിക്കേണ്ടുന്ന മണ്ഡലങ്ങളുടെ മേൽ താണിരിപ്പാൻ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രവർത്തിക്കേണ്ട മണ്ഡലങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ സ്വർഗം തന്നെ മക്കളെ, ഹല്ലേലൂയ, ഇന്ന് പകൽ വേള മുതൽ, ഹല്ലേലൂയ, കരങ്ങൾ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം, ഹല്ലേലൂയ, നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ജ്ഞാനമുള്ളവരായി ദൈവകൃപയുള്ളവരാക്കി സ്വർഗം തൻ്റെ ജനത്തെ അവിടുന്ന് പണിതെടുക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാണ്. എഴയപ്പൻ്റെ കരങ്ങളിൽ തരികയാണ് പിതാവേ. ആദ്യോടെ ദൈവത്തിൻ്റെ വലിയ കരം കൂടെ ഇരുന്ന് പരിപോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ശത്രുവിടുന്ന എല്ലാ തടകളെയും യേശുവിന് അധികാരമുള്ള നാമത്തിൽ ശാസുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 34 ഹെഡിങ്ങിൽ നാം ഇപ്രകാരം വായിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദ്, ഹല്ലേലൂയ, അബിമേലെക്കിന്റെ മുന്നിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കപ്പെട്ടപ്പോൾ ആമേൻ എഴുതപ്പെട്ട സങ്കീർത്തനമെന്നാണ് അവിടെ കൊടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതിൻ്റെ ഭാഗമായി നാം നോക്കുമ്പോൾ 1 ശമൂവേൽ 21 ആമേൻ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് അവർ നൃത്തഗാനങ്ങളാൽ ആമേൻ ഗാനം ചെയ്ത് ഇവനെ കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രതിഗാനം ചെയ്തത് ഇവനെ കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗത്ത് രാജാവിന്റെ മുന്നിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഇന്ന് ആമേൻ പകൽക്കാലം നാം കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ആമേൻ, ദാവീദ്, ആമേൻ, ഹല്ലേലൂയ, ആ മണ്ഡലത്തിന്റെ മേലായിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവനെ, ഹല്ലേലൂയ, ജീവഹാനി വരുത്തുമെന്ന് കണ്ട് ആമേൻ അത് മനസ്സിലാക്കിയ ദാവീദ് അവൻ, ഹല്ലേലൂയ, ബുദ്ധിഭ്രമം നടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ആമേൻ, ഹല്ലേലൂയ, രാജാവ് വാഴുന്നിടത്ത് മറ്റൊരുവൻ എഴുന്നേൽക്കുവാൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അനുവദിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയ ദാവീദ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദാവീദിന്റെ വിജയമല്ല നോക്കിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന് മുന്നോട്ടുള്ള ശുശ്രൂഷകൾ അനവധി കിടക്കുന്നത് കൊണ്ട് ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ, അവൻ ബുദ്ധിഭ്രമം നടിക്കുവാനിടയായി. ആമേൻ. അവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി, അവന് പ്രാണഹാനി വരാതിരിക്കുവാൻ തക്കവണ്ണം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദാവീദ് അവിടെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നമ്മിൽ എത്ര പേർ, ഹല്ലേലൂയ, ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുവാൻ ആഗ്രഹിക്കുന്നു? ഈ നാളുകളിൽ, ഹല്ലേലൂയ, ജീവിത പടകുകളെ പോലും മാറ്റി മറിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഖങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന, ഹല്ലേലൂയ, യൗവന തലമുറകളെ ഈ നാളുകൾ കാണുവാൻ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയിട്ട്, ഹല്ലേലൂയ, പല നന്മകളെയും വേണ്ട എന്ന് വെച്ച് ഇറങ്ങി നടക്കുന്ന അനേകരെ നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. എന്നാൽ ദാവീദ് അതല്ല ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ അധികമായി ദൈവത്തിന് വേണ്ടി ആദായപ്പെടുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. മുന്നോട്ടുള്ള ഓരോ, ഹല്ലേലൂയ, നിമിഷങ്ങളും, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ അത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പുരോഗതിക്കും കാരണമായി മാറി. ഇവിടെ നോക്കണമേ ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ദാവീദ് ബുദ്ധി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. യേശുവേ നന്ദി, രാജാവേ നന്ദി. ഇന്ന് പകൽക്കാലം നമ്മിൽ എത്ര പേർക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ
വെളിപ്പെടുത്തുവാൻ കഴിയും. ഏത് വിധത്തിൽ കഴിയും? ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസാദം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ പേരല്ല വലുതാകുന്നത്. ആമേൻ. വലുതാക്കുവാൻ ശ്രമിക്കുവാനുള്ളത് ദൈവത്തിന്റെ പേർ വെളിപ്പെടുത്തുവാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയുമെന്നുള്ളതാണ് ഇന്ന് പകൽക്കാലത്ത് ചോദ്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പേരിനെ വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത പ്രവൃത്തിയെ വർണ്ണിക്കണം. ആമേൻ. ദൈവം ചെയ്ത ഉപകാരത്തെ വർണ്ണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ ദൈവ നാമ മുഖാന്തരം ആമേൻ നമ്മുടെ പേർ വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയാണ്, ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ രാജാവാകുന്ന ആഗീശിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുൻപാകെ തന്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധിഭ്രമം നടിച്ചു. വാതിലിന്റെ കതകുകളിന്മേൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വാതിൽ കതകുകളിന്മേൽ വരച്ചു താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഉടബല റിഗമന ബരിബ വശരബ റബശരബ. ഈ നാളുകളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം, സ്നാനപ്പെട്ട ദൈവജനം ബുദ്ധിഭ്രമം നടിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം കൊടുത്ത പദവികളെ സ്ഥാനമാനങ്ങളെ മാറ്റിവെച്ച് ഹല്ലേലൂയ ജീവിത പന്താവുകളെ പുറംപറമ്പില് എറിഞ്ഞിട്ട് ലോകമോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാനാണ് ബുദ്ധിഭ്രമം നടിക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ അതിനെല്ലാം വിപരീതമായി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവരക്ഷയ്ക്ക് വേണ്ടി ദാവീദ് ബുദ്ധിഭ്രമം നടിക്കുകയാണ്. ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാട്ടിലായിരുന്ന ദാവീദിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത ആ ദൈവത്തിന്റെ അഭിഷേകത്തെ നിലനിർത്തുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ആമേൻ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ, അത് ഭാവിയിൽ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് അവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ബുദ്ധിഭ്രമം നടിക്കുന്നതായി കാണുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ ദൈവ പൈതലേ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആഗീശ് തന്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തനെന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? എൻ്റെ മുൻപാകെ ഭ്രാന്ത് കളിക്കുവാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മുന്നാകെ ഭ്രാന്ത് കളിക്കുവാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ എന്ന് ആമേൻ ചോദിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നാം എത്രയും ഹല്ലേലൂയ പ്രൗഢി ധരിച്ചിരിക്കുവാൻ ആഗ്രഹിക്കും. എന്നാൽ ദാവീദ് അതല്ല ചെയ്തത്. അവിടെ അങ്ങനെ ഒരു സാഹചര്യം ദാവീദ് വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ജീവനെ പോലും ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധി നേരിടുമായിരുന്നു. അത് മനസ്സിലാക്കിയ ദാവീദ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അപ്രകാരം ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് പകൽ വേളയിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് പ്രമാണം പഠിച്ചാൽ ആമേൻ വ്യവസ്ഥയുടെ മേൽ പ്രവർത്തിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ നോക്കാതെ വണ്ണ ആമേൻ ഹല്ലേലൂയ ഈ സത്യവാനാകുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ ദൈവം തന്ന ചില ആമേൻ ഹല്ലേലൂയ വ്യവസ്ഥകളുണ്ട്. അത് പാലിക്കുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നന്മകൾ മുടങ്ങുന്നതിൻ്റെ കാരണം, നമ്മുടെ വിടുതലുകൾ മുടങ്ങുന്നതിൻ്റെ കാരണം, ആമേൻ നമ്മുടെ അനുഗ്രഹങ്ങൾ വൈകി പോകുന്നതിൻ്റെ കാരണം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ടിട്ട്, ദൈവവിളി കേട്ടിട്ട്, ദൈവാലോചന കേട്ടിട്ട് അതനുസരിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട്, അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട്, അതിനൊത്തവണ്ണം ഉപവസിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട്, ആമേൻ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കായിക കൊണ്ട്, കൂട്ടായ്മ ആചരിക്കായിക കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നമ്മുടെ എത്രയോ നന്മകളാണ് ഈ നാളുകളിൽ അതമ്പതിച്ച് കിടക്കുന്നത്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് അതിന്മേൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നിറപടിയായി അനുഗ്രഹിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ.
പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ആലോചന കേട്ടാൽ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, ഒരു ദൈവ ശബ്ദം കേട്ടാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, അതിനുവേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും? അവിടെയാണ് ദൈവപ്രസാദം വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവകൃപ ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നാം കേൾക്കപ്പെട്ട വിടുതലിന്റെ സാക്ഷികൾ, അത്ഭുതത്തിന്റെ സാക്ഷികൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ചെയ്ത അപകാരം, ആ പേപ്പർ കീറിക്കളഞ്ഞ മണ്ഡലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തപ്പോൾ ദൈവം കൊടുത്ത ആ വിടുതൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാമും പ്രാപിക്കേണ്ടവരല്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ മുൻപാകെ ഭ്രാന്ത് കളിക്കുവാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എൻ്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, കർത്താവാകുന്ന യേശുവിന്റെ സന്നിധാനത്ത് കടന്നു വന്ന ഒരു ദൈവ പൈതലിനെ സമയത്തിന് മുന്നേ ദണ്ഡിപ്പിക്കുവാൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളും ചെയ്തെടുക്കുന്നതിന് മുന്നമേ അവൻ ഇല്ലായ്മ ചെയ്യുവാൻ വിട്ടുകൊടുക്കുന്നവനല്ല എൻ്റെ ദൈവമെന്ന് ഈ പകൽക്കാലം ഈ വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെ മാനിച്ചുയർത്തുവാൻ എൻ്റെ കർത്താവ് സദാ ആമേൻ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ ദൃഢമാകുന്ന വിശ്വാസം നമ്മിലേക്ക്, ഹല്ലേലൂയ, വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ്, ഹല്ലേലൂയ, അവിടം വിട്ട് ഓടിപ്പോകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മുടെ, ഹല്ലേലൂയ, പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ, ആലയങ്ങളിൽ, കൂട്ടായ്മ ഇടങ്ങളിൽ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുന്നവരെയല്ല, ലോകമോഹങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെ ഒരു കൂട്ടായ്മ വിട്ടു നടക്കാം, എങ്ങനെ ഒരു കൂടിവരവിനെ തടയാം, എങ്ങനെ, ഹല്ലേലൂയ, ഒരു ദിനം, ഹല്ലേലൂയ, സ്വാതന്ത്ര്യമായി ഒന്ന് അലഞ്ഞു നടക്കാമെന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലായിരിക്കുന്ന പാത ഏതാണെന്ന് ഇന്ന് പകൽക്കാലം ഒരു പുനർപരിശോധന കഴിക്കേണ്ടതായി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് നാം തയ്യാറാണോ? നാം നടക്കുന്നത് ദൈവത്തിന്റെ വഴിയിലാണോ? ദൈവത്തിന്റെ, ഹല്ലേലൂയ, പാതകളിലാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദാവീദിനെ പോലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബുദ്ധിയുള്ളവരായി, ജ്ഞാനമുള്ളവരായി, ദൈവകൃപയുള്ളവരായി തീരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന്റെ പൈതലേ, അവിടെയാണ് ദൈവത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, കൃപ വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവപ്രസാദം വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. 34-ാം സങ്കീർത്തനത്തിന്റെ ഗെറ്റിംഗ് ഇങ്ങനെ പറയുന്നു, ദാവീദ് അബീമേലെക്കിന്റെ മുന്നിൽ വച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമെന്നാണ് അവിടെ കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മോട് ബാധിക്കുന്നവരോട് ബാധിക്കുന്ന ഒരുവനുണ്ട്, നമ്മോട് പൊരുതുന്നവരോട് പൊരുതുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് സാക്ഷാൽ യേശു മാത്രമാണ്. കൂട്ടുകാർ നമ്മെ വിട്ടുപോകും, ബന്ധുക്കൾ നമ്മെ വിട്ടുപോകും, അമ്മ ചാർച്ചക്കാർ നമ്മെ വിട്ടുപോകും, ഇന്നലെ വരെ നമ്മെ കരം പിടിച്ച് വഴി നടത്തിയവർ നമ്മെ വിട്ടുപോകും. നമ്മെ വിടാത്തൊരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ദൈവത്തോട് ചേർന്ന് നടന്നുകൊണ്ട്, ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ, സ്വർഗം നമ്മെ ഒരുക്കുവാൻ വേണ്ടി നമുക്ക് പിന്നെയും ദൈവകരങ്ങളിൽ താണിരിക്കാമോ? ദൈവം നമ്മെ മാനിപ്പാൻ ശൈത്താനത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രബോധനത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.